നമസ്തേ, സർവം കൃഷ്ണാർപ്പണമസ്തു. സ്വസ്തിക ഓൾ ഇസ് വെൽ എന്ന എൻ്റെ പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ചരിത്രം രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിൽ ജാതി വ്യവസ്ഥകൾ എങ്ങനെ ഉണ്ടായി. ഹിന്ദുമതധർമ്മത്തിൽ പറയുന്ന വർണ്ണം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന, വളരെ കാലമായി നിലനിന്നിരുന്നു പോന്നിരുന്ന, ഇപ്പോഴും നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥ, ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പലരും പറയും ഹിന്ദു മതമാണ് ഈ ജാതി വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനം. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇതാണ് നമ്മൾ ഇന്ന് കേരള ചരിത്ര പഠനത്തിലൂടെ ഒന്ന് പരിശോധിക്കുന്നത്. കേരള ചരിത്രം പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് പീരീഡിലൂടെയാണെന്ന് കടന്നു പോകുന്നത്. അതിന്റെ സ്റ്റാർട്ട് പ്രാചീന കേരളം. വളരെ വലിയ വസ്തുതാനിഷ്ഠപരമായിട്ടുള്ള തെളിവുകളോ പുസ്തകങ്ങളോ ഒന്നും ലഭിക്കാനോ അറിയാനോ സാധിക്കാത്ത കുറെ പേരുടെ നിഗമനങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രാചീന കേരളം, സംഘകാല കേരളം, പോസ്റ്റ് സംഘകാല കേരളം, പിന്നെ രണ്ടാം ചേര സാമ്രാജ്യം എന്നറിയപ്പെടുന്ന കുലശേഖര രാജാക്കന്മാരുടെ കാലഘട്ടം, അത് കഴിഞ്ഞ് യൂറോപ്യന്മാരുടെ ആഗമനം, അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാരുടെ ഭരണം, അതും കഴിഞ്ഞിട്ട് കുറെ പ്രക്ഷോഭങ്ങൾ, ഫ്രീഡം സ്ട്രഗിൾസ്, ഒടുവിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത് പിന്നെയും മറ്റൊരു യുഗത്തിലൂടെയാണ്, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കേരളത്തിന്റെ ചരിത്രം. അങ്ങനെ കേരളത്തിന്റെ ചരിത്രം ഘട്ടമായിട്ടാണ് രൂപീകരിച്ചിരിക്കുന്നത്. എല്ലാ മനുഷ്യരും ഒന്നായിട്ട് ഒരുപോലെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. അവിടെ നിന്ന് തുല്യരായി ജീവിച്ചിരുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് അവർ തുല്യരല്ല എന്നുള്ള ഒരു ബോധം കടന്നു വരികയാണ്. അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ തങ്ങൾ മറ്റുള്ളവർക്ക് സമാനരല്ല എന്ന ഒരു അപകർഷതാബോധം ഉണർന്നു വരുന്ന ഒരു കാലഘട്ടം. അത് എവിടെ നിന്ന് തുടങ്ങി എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുകയില്ല. പക്ഷെ അതിനു മുമ്പുള്ള സ്റ്റോറി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിശോധിച്ചിരുന്നു. കേരളത്തിന്റെ ഭൂപ്രദേശം 5 തിണകളായി തിരിച്ചുകൊണ്ട് തങ്ങളുടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന പ്രാചീന യുഗത്തിലെ മനുഷ്യർ. അവർക്ക് ഒരു തരത്തിലുള്ള ജാതിഭേദമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ശാസ്ത്രങ്ങളായിരുന്നു വേദങ്ങൾ. ബുദ്ധിയുള്ളവർ, തീക്ഷ്ണമായ ബുദ്ധിയുള്ളവർ എന്നറിയപ്പെടുന്ന ബ്രാഹ്മണർ, അവരുടെ മനസ്സിൽ, അവരുടെ ചിന്തകളിൽ ഉദിച്ച അറിവുകൾ, വെളിപാടുകൾ, അതായിരുന്നു ശാസ്ത്രങ്ങൾ. ചിട്ടയായ വൈദിക ജീവിതം, വളരെ ശുദ്ധിയും വൃദ്ധിയും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട്, സനാതനധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ലൗകികമായ വിഷയങ്ങളിൽ വളരെയധികം ശ്രദ്ധ വയ്ക്കാതെ, അർത്ഥകാമനകളിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, മോക്ഷത്തിനും മുക്തിക്കും ഒക്കെയായിട്ട് മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. അതേ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു സമ്പ്രദായം ഉയർന്നു വരികയാണ്. ലൗകിക ധർമ്മം പ്രധാനമായും കണ്ടു വരുന്ന കുറെ ആൾക്കാർ. അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതചര്യ ഈ വൈദിക ധർമ്മപ്രകാരം ജീവിച്ചിരുന്ന മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമാകുന്നു. അവർ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് പ്രകൃതി ശക്തികളെ ആരാധിച്ചുകൊണ്ട് ആ വിഭാഗം ജീവിച്ചു. പക്ഷെ അവർ രണ്ടാം കിടക്കാരായി പതിയെ സമൂഹത്തിന്റെ താഴെത്തട്ടിലേക്ക് അങ്ങ് താഴ്ന്നു പോവുകയാണ്. ഇത് ഹിന്ദുധർമ്മത്തിലെ വർണ്ണ സമ്പ്രദായത്തിൽ നിന്നാണോ ഉത്ഭവിച്ചത്? വേദങ്ങളിൽ അപ്രകാരം പറഞ്ഞോ? അങ്ങനെ രണ്ടാം തട്ടുകാരായി അല്ലെങ്കിൽ മൂന്നാം തട്ടുകാരായിട്ടൊക്കെ മനുഷ്യരെ വിഭജിക്കാൻ, കാസ്റ്റ് സമ്പ്രദായം ഉണ്ടാക്കാൻ ഹിന്ദുധർമ്മത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? വെളിപാടുകളായി ബുദ്ധിയുള്ളവരെന്ന് അവകാശപ്പെടുന്ന ബ്രാഹ്മണർക്ക് ലഭിച്ച അറിവിൽ ഇപ്രകാരം മനുഷ്യരെ തട്ടുകളായി തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പുരുഷ സൂക്തത്തില്, ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിലാണ് വർണ്ണങ്ങളെ കുറിച്ച് പറയുന്നത്. അതിൽ 4 വർണ്ണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. സകല ചരാചരങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഭഗവാന്റെ, ആദിനാരായണന്റെ വായിൽ നിന്നും ബ്രാഹ്മണരും, കൈകളിൽ നിന്ന് ക്ഷത്രിയരും, തുടകളിൽ നിന്ന് വൈശ്യരും, അദ്ദേഹത്തിന്റെ പവിത്ര പാദങ്ങളിൽ നിന്ന് ശൂദ്രജന്മങ്ങളും ഉണ്ടായി. അങ്ങനെയാണ് 4 വർണ്ണങ്ങൾ ഉണ്ടായത്. ഇതാണ് സവർണരെന്നും പറയുന്നത്. അതെന്തുകൊണ്ടാണ് ഇവരെ സവർണരെന്ന് പറയുന്നത്? അപ്പൊ അവർണരാരാണ്? ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നിർവഹിക്കുമ്പോൾ പോസിറ്റീവ് എനർജിയിൽ നിന്ന് ഇതുപോലെ സവർണ ജന്മങ്ങൾ ഉണ്ടായി. അദ്ദേഹത്തിന് എപ്പോഴോ കടന്നുകൂടിയ നെഗറ്റീവ് എനർജി, അവിടെ നിന്നാണ് രാക്ഷസ ജന്മങ്ങളുടെ ഉത്ഭവം. ഈ രാക്ഷസ ജന്മങ്ങൾ സവർണങ്ങളിൽപ്പെട്ടവരെയും ബ്രഹ്മാവിനെ തന്നെയും കഷ്ടപ്പെടുത്താനോ ഉപദ്രവിക്കാനോ ഒക്കെ തുടങ്ങി. അപ്പോഴാണ് വിഷ്ണു പറഞ്ഞത്, ഈ ഹീനജന്മങ്ങളുടെ പ്രവൃത്തിയിലൂടെ ധർമ്മത്തിന്
ച്യുതി സംഭവിക്കുമ്പോഴാണ് സവർണരുടെ ആത്മാവിൽ ഞാൻ അവതരിക്കുന്നത്, സവർണങ്ങളുടെ ആത്മാക്കളായി ഞാൻ അവതരിക്കുന്നത്. അങ്ങനെ അവതാരം കൂടുന്ന എല്ലാ ജന്മങ്ങളും ഭഗവാന്റെ കൈകളിൽ നിന്ന് വരുന്നവരാണ്, ക്ഷത്രിയരാണ് എന്ന് പറയുന്നു. അപ്പോ ഇത്തരം ഹീനജാതികളിൽ നിന്ന് ധർമ്മ സംസ്ഥാപനത്തിനായി ഈ 3 വർണ്ണത്തിൽപ്പെട്ടവരെ, മറ്റു 3 വർണ്ണത്തിൽപ്പെട്ട ബ്രാഹ്മണരെയും ശൂദ്രരെയും വൈശ്യരെയും സംരക്ഷിക്കുക എന്നതായിരുന്നു ക്ഷത്രിയരുടെ ഉദ്ദേശം. അവരാണ് പിന്നീട് രാജാക്കന്മാരായും നമ്മുടെ രാജ്യപാലകരായും ഒക്കെ മാറിയത്. അറിവുള്ളവരായിരുന്നു ബ്രാഹ്മണർ എന്ന് പറഞ്ഞു. ബുദ്ധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ അറിവില്ലായ്മ ഇതൊക്കെ നിർണയിക്കപ്പെടുന്നത്. ഒരാളുടെ മനസ്സും ബുദ്ധിയും ശരിയായി പ്രവർത്തിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ശരിയായ തരത്തിലുള്ള പ്രവൃത്തികളും അദ്ദേഹത്തിന്റെ സ്വഭാവം പോലും ശരിയായ രീതിയിലേക്ക് പോകുന്നത്. അതായത് ഒരാളുടെ സ്വഭാവം രൂപീകരിക്കുന്നത് 3 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്: സത്ത്, തമോ, രജോ ഗുണം. ഇതിന്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചിട്ടാണ് ഒരുവനിൽ വർണ്ണം രൂപീകൃതമാകുന്നത്. അതായത് സത്വഗുണം ഏറിയിരിക്കുന്നവർ ബ്രാഹ്മണരെന്നും രജോ ഗുണം ഏറിയിരിക്കുന്നവർ ക്ഷത്രിയരെന്നും എല്ലാ ഗുണങ്ങളും സമനിലയിലിരിക്കുന്നവർ വൈശ്യരെന്നും തമോ ഗുണം ഏറിയിരിക്കുന്നവർ ശൂദ്രരെന്നും. അങ്ങനെയായിരുന്നു ഈ വർണ്ണ വ്യവസ്ഥതയിൽ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ. അതായത് തീക്ഷ്ണമായ ബുദ്ധി ബ്രാഹ്മണർ, നോർമൽ ബുദ്ധി ക്ഷത്രിയർ, മീഡിയം ബുദ്ധി വൈശ്യർ, തീരെ കുറവ് ബുദ്ധി ശൂദ്രർ. ഇതായിരുന്നു ഈ വർണ്ണ സമ്പ്രദായം. എന്നാൽ ഇവർ തമ്മിൽ, സമൂഹത്തിൽ ഇവർക്ക് തമ്മിൽ യാതൊരു ഏറ്റക്കുറച്ചിലും ഉണ്ടാവില്ല. സ്ഥാനമാനങ്ങൾ അനുസരിച്ച് ഇവർ എല്ലാവരും ഒരേപോലെ ആയിരിക്കും. കാരണം ഒരു സമൂഹം നിലനിന്ന് പോകണമെങ്കിൽ ഒരു കമ്പനി എടുക്കാം. ആ കമ്പനി നിലനിന്ന് പോകണമെങ്കിൽ ഒരു കമ്പനിയിൽ ഒരു മേലധികാരി, മാനേജർ, അദ്ദേഹത്തെ സഹായിക്കാൻ അസിസ്റ്റന്റ് മാനേജർ, ഒരു പ്രൊഡക്ഷൻ മാനേജർ വേണം. പിന്നെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ തൊഴിലാളികൾ വേണം. ഈ രീതിയിൽ വേണം നമ്മൾ ഈ വർണ്ണങ്ങളെ കാണാൻ. ഇവരെല്ലാവരും ചേർന്നാലേ ആ കമ്പനി വളരെ നന്നായിട്ട് പോവുകയുള്ളൂ. ഇവിടെ ആര് വലുത് ആര് ചെറുത് എന്നുള്ളതല്ല കാര്യം. ഓരോരുത്തരും അവരവരുടെ ധർമ്മം ശരിയായി നിർവഹിക്കുക. അപ്പോൾ ആ കമ്പനി നന്നായിട്ട് പോകും, ആ സമൂഹം നന്നായിട്ട് പോകും. ഇവിടെ മാനേജറായിട്ട് നമുക്ക് ക്ഷത്രിയരെ പറയാം. അവരെ ബുദ്ധി കൊണ്ട് അവർക്ക് വേണ്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അസിസ്റ്റ് ചെയ്യുന്ന ബ്രാഹ്മണർ. പ്രൊഡക്ഷൻകാര് ഒരു ചെറിയ മടിയൊക്കെ ഉണ്ടെങ്കിലും മുകളിലുള്ളവർക്ക് വേണ്ടിയിട്ട് മുകളിലൊരു പറഞ്ഞ അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു തൊഴിലാളികളെ കൊണ്ട്. വൈശ്യർ തൊഴിലാളികൾ, അവരുടെ അധ്വാനവും അവർ ചിന്തിക്കുന്നില്ല, പക്ഷെ മറ്റുള്ളവരുടെ ചിന്തകൾ അവർ പ്രവർത്തികളാക്കി രൂപീകരിക്കുകയാണ്. പക്ഷെ അവരുടെ പ്രവർത്തികൾ കാരണമാണ്, അവരുടെ ആ ധർമ്മം കാരണമാണ് കമ്പനി ശരിയായിട്ട് പോകുന്നത്. പക്ഷെ അവർ ചിന്തിച്ചിട്ട് അല്ല ഓരോ ഐഡിയാസ് ഉണ്ടാക്കുന്നത്. മുകളിൽ നിന്ന് അവരുടെ ഐഡിയാസ് പ്രാവർത്തികമാക്കുന്നതാണ് താഴെ ഉള്ള ആ പറയുന്ന ഈ കമ്പനിയിലെ തൊഴിലാളികൾ. എന്നാൽ ഈ 4 പേർക്കും അവരുടേതായ പ്രാധാന്യമുണ്ട് സമൂഹത്തിൽ. ഇതായിരുന്നു ആ പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന വർണ്ണ സമ്പ്രദായം. പിന്നെ ഇത് എങ്ങനെയാണ് ജാതി സമ്പ്രദായമായി കൂപ്പുകുത്തിയത്, മനുഷ്യർ തട്ടുകളായി തിരിഞ്ഞത്, മനുഷ്യരെ എന്താ പറയാ വലിയവൻ, സവർണൻ, അവർണൻ എന്നുള്ള ചിന്തകളിലേക്ക് അത് താഴ്ത്തപ്പെട്ടത് എങ്ങനെയാണ്, അതാണ് ഇനി പറയാൻ പോകുന്നത്. ആയുർവേദത്തിൽ മനുഷ്യനുണ്ടാകുന്ന 3 തരത്തിലുള്ള മാനസികമായ ദോഷങ്ങൾ, ഡിഫക്ട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ ഡിഫക്റ്റ് എന്ന് പറയുന്ന ഇംപ്യൂരിറ്റീസ്. അതായത് മനസ്സിനുണ്ടാകുന്ന പലതരം ഇംപ്യൂരിറ്റീസ്. നമ്മുടെ ഡൗട്ട്സ്, ഭയം, തെറ്റായ ചിന്താഗതികൾ, ഇതൊക്കെ ഇംപ്യൂരിറ്റീസ് ആണ്. ഒരാളിൽ തോന്നുന്ന ദ്വേഷം, വെറുപ്പ്, ഇതൊക്കെ ഇംപ്യൂരിറ്റീസ് ആണ്. രണ്ടാമത് മനസ്സിന്റെ പ്രക്ഷുബ്ധാവസ്ഥ, അതിനെയാണ് വിക്ഷേപണം എന്ന് പറയുന്നത്. ഭയം, അത് പ്രക്ഷുബ്ധമായിട്ടുള്ള കാര്യമാണ്. ഭയം അല്ലെങ്കിൽ അതികഠിനമായ ദുഃഖം, ഇതൊക്കെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കുന്ന കാരണമാണ്. മൂന്നാമത്തേതാണ് അവർണം. അവർണം എന്ന് പറഞ്ഞാൽ അജ്ഞതയുടെ മറ. അതിനെയാണ് അവർണം എന്ന് പറയുന്നത്. അജ്ഞതയുടെ മറ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരാള് സ്വയം ആരാണ് എന്ന് അറിയാൻ സാധിക്കാത്ത വിധം അദ്ദേഹത്തിന്റെ ജ്ഞാനം മറഞ്ഞിരിക്കുന്ന അവസ്ഥ. ബ്രഹ്മൻ ആത്മൻ, താൻ ആത്മാവാണ് എന്നുള്ള ശരിയായ സത്യം മനസ്സിലാക്കുന്നില്ല. ആരാണ് പരബ്രഹ്മം, ആരാണ് ഈശ്വരൻ എന്നുള്ള സത്യം മനസ്സിലാക്കുന്നില്ല. അപ്പൊ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന അതിലേക്ക് എത്താനുള്ള കഴിവില്ലായ്മ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അതാണ് ഈ ഇഗ്നോറൻസിന്റെ മറ, ദ വെയിൽ ഓഫ് ഇഗ്നോറൻസ്, അവർണം എന്ന് പറയുന്നത്. ഇത് ചരക സംഹിതയിലും സുശ്രുത സംഹിതയിലും മനസ്സിന്റെ ദോഷമായിട്ടാണ് പറയുന്നത്.
അപ്പോൾ ആ വർണ്ണ എന്ന് പറഞ്ഞാൽ കളർ, ശരീരത്തിന്റെ കളറല്ല ഉദ്ദേശിക്കുന്നത്, മനസ്സിന്റെ കളർ, മനസ്സിന്റെ തെളിച്ചമില്ലായ്മ, അതാണ് അവർണം. അങ്ങനെയുള്ള ഒരു സമൂഹം പതിയെ പതിയെ രൂപീകൃതമായിരുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹം ഉണ്ടായി. അവർക്ക് ഇത്തരത്തിലുള്ള സെൽഫ് റിയലൈസേഷൻസ്, ആത്മ, ബ്രഹ്മ, സ്പിരിച്വൽ, ദൈവികപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെ പറ്റിയിട്ടൊന്നും വലിയ അറിവില്ലാത്ത ഒരു സമൂഹം. ആ സമൂഹത്തെയാണ് അവർണൻ എന്ന് വിളിച്ചത്. അല്ലാതെ ബാക്കി എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ വർണ്ണം കൊണ്ടോ അവന് പിറന്ന ജാതി കൊണ്ടോ ഒന്നും അല്ല ഈ അവർണൻ എന്ന് വിളിക്കാൻ കാരണം. മനസ്സിന്റെ പ്രശ്നം, മനസ്സിന്റെ ദോഷം കൊണ്ടാണ് ഒരാൾ അവർണനായി മാറുന്നത്. ഇതാണ് ഹിന്ദു സംഹിതകളിലെ ആയുർവേദം പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് സത്യങ്ങൾ തിരിച്ചറിഞ്ഞു. ഒന്ന്, വർണ്ണ സമ്പ്രദായത്തിൽ ജാതി വ്യവസ്ഥയെ പറ്റിയിട്ട് ഭഗവാൻ ഭഗവത്ഗീതയിലോ വേദങ്ങളിലോ ഒന്നും പറയുന്നില്ല. ഇത് തീർത്തും മനുഷ്യന്റെ സൃഷ്ടിയാണ്. രണ്ടാമത്തെ കാര്യം, അവർണൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ നിറം. അവർണൻ സവർണൻ എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യന്റെ നിറത്തിനനുസരിച്ചിട്ടല്ല, അവന്റെ മനസ്സിന്റെ ശുദ്ധിയും ദൈവികതയും ഉള്ളവൻ സവർണൻ. അത് ആരുമായിക്കോട്ടെ, ശൂദ്രനായിക്കോട്ടെ, വൈശ്യനായിക്കോട്ടെ, ബ്രാഹ്മണനായിക്കോട്ടെ, ക്ഷത്രിയനായിക്കോട്ടെ. അവർണൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ലാത്ത, ചിത്തവൃത്തി ഇല്ലാത്ത മനുഷ്യർ, അതിനെയാണ് അവർണൻ എന്ന് സൂചിപ്പിച്ചത്. ഇത് ഒരു ജാതി സംവരണം നടത്തിയതുകൊണ്ടോ അവരെ കുറെ ആളുകളെ മുകളിലെ തട്ടിലേക്ക് അവരെയൊക്കെ അധികാര ഭാവത്തിൽ എത്തിച്ചതുകൊണ്ടോ ഒന്നും ഈ മനസ്സിന്റെ ശുദ്ധി ഉണ്ടാവുകയില്ല. അപ്പൊ അവർണൻ സവർണൻ എന്നുള്ളത് കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ്. അതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരുവൻ സ്വയം വിചാരിച്ചാൽ മാത്രമേ ഈ ഉച്ചനീചത്വങ്ങൾ. പലരും പറയും സവർണ മേധാവിത്വം നിലനിന്നിരുന്നു, അവർണരെ കഷ്ടപ്പെടുത്തിയിരുന്നു. അപ്പൊ എന്താണ് ഇതിന്റെ ശരിയായിട്ടുള്ള സത്യം എന്നുള്ളത് നിങ്ങൾ ഇത് കേട്ടതിന് ശേഷം ചിന്തിക്കുകയാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്? അവർണൻ എന്ന് ആരെ ആയിരിക്കാം വിളിച്ചിട്ടുണ്ടാവുന്നത്? കാരണം ഇപ്പോഴും ഈ സമൂഹത്തിൽ അവർണനും സവർണനും ഉണ്ട്. നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്, വാർത്തകളുണ്ട്, പലതരത്തിലുള്ള അറിവുണ്ട് എന്ന് പറഞ്ഞാലും അവൻ ബ്രാഹ്മണനാവില്ല, ബ്രാഹ്മണ ഗുണമുള്ളവനാവില്ല, വർണ്ണത്തിൽ ബ്രാഹ്മണനാവില്ല, ചിലപ്പോ അവർണൻ തന്നെയായിരിക്കും. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു എന്നിരുന്നാൽ തന്നെയും സവർണനാവില്ല, അവർണനായിരിക്കും മനസ്സുകൊണ്ട്. അപ്പോൾ ഇത് തീർത്തും ഒരുവന്റെ മനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ ബുദ്ധിയുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യമാണ് ഈ സവർണത്വവും അവർണത്വവും ഒക്കെ. ഇതിന് ജാതി വ്യവസ്ഥിതിയുമായിട്ടോ ഈ പറഞ്ഞ ഹിന്ദു ധർമ്മങ്ങളുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ല. തീർച്ചയായും അവർണന് സവർണനാവാം. എങ്ങനെ? അതിനാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ 4 യോഗങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കർമ്മയോഗമാവാം, ജ്ഞാനയോഗമാവാം, ഭക്തിയോഗമാവാം, സാഖ്യയോഗമാവാം. ഈ 4 യോഗത്തിലൂടെ ഈശ്വരനെ അറിഞ്ഞുകൊണ്ട് ആ വഴികളിലൂടെ ചരിച്ചുകൊണ്ട് സനാതന ധർമ്മത്തിൽ ഊന്നിയുള്ള ജീവിതം നയിച്ചുകൊണ്ട് നമുക്ക് സത്യത്തെ തിരിച്ചറിയാം. അങ്ങനെ നമ്മളുടെ മനസ്സിലെ ദ വെയിൽ ഓഫ് ഇഗ്നോറൻസ് അത് മാറുന്നു, അവർണത്വം മാറുന്നു, നമ്മൾ സവർണരായി മാറുന്നു. ഇതിനെയാണ് പലരും കീഴ്ജാതി മേൽജാതി എന്നൊക്കെ തട്ടുകളായി തിരിക്കുന്നു. ഹിന്ദുധർമ്മം ഇങ്ങനെയൊക്കെ മനുഷ്യരെ വിഭജിച്ചു എന്നൊക്കെ തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്. എത്ര വലിയ പാപമാണ് ചെയ്യുന്നത് അറിയാമോ? നിങ്ങൾക്കറിയാമോ നിങ്ങൾ ചെയ്യുന്ന ആ പാപത്തിന്റെ വലിപ്പം? ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കാം. ഗീബൽസ്യൻ എന്തോ നുണാന്ന് പറയില്ലേ? പറഞ്ഞ് ഒരു കള്ളത്തെ സത്യമായിട്ട് ഒരു മനുഷ്യന്റെ മനസ്സിൽ അടിച്ചേൽപ്പിക്കുക, എന്നിട്ട് സമൂഹത്തിൽ വെറുതെ വിദ്വേഷങ്ങൾ ഉണ്ടാക്കുക. ആർക്കെന്ത് പ്രയോജനമാണുള്ളത്? ഈ അസത്യങ്ങൾ എത്ര കാലം നിങ്ങൾക്ക് മറ്റുള്ളവരെ പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കാൻ സാധിക്കും? അപ്പോ ഭഗവാൻ പറഞ്ഞു, അധർമ്മം വിളയാടുമ്പോൾ ധർമ്മത്തിന് ചുതി സംഭവിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മനസ്സിലാണ് അവതരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലല്ല, നിങ്ങളുടെ ആത്മാവിൽ അവതരിക്കുന്നു. നിങ്ങളുടെ ആത്മാവായി ഞാൻ അവതരിക്കുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഇത് ചിന്തിച്ച് മനസ്സിലാക്കുന്നവർക്ക് ഈശ്വരൻ നിങ്ങളിൽ തന്നെയാണ്, തത്വമസി, അത് നീ തന്നെയാണ്. ആ വഴിയിലേക്ക് നമ്മൾ പോകണം. നമ്മുടെ ശരിയായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ പുരുഷാർത്ഥങ്ങളിൽ അർത്ഥകാമനകൾ മാത്രമല്ല, ധർമ്മമോക്ഷം കൂടി ഉണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയണം. അപ്പോൾ നിങ്ങൾ സവർണനായി മാറും. യൂറോപ്യൻ പദമാണ് കാസ്റ്റ്.
കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് യൂറോപ്യൻ പദമാണ്. കേരളത്തിൽ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, യൂറോപ്യൻ ആഗമന കാലഘട്ടം. കുലശേഖര രാജാക്കന്മാരുടെ പതനത്തിന് ശേഷമാണ് ഈ പറയുന്ന കുലശേഖര രാജാക്കന്മാരുടെ പതനത്തിന് ശേഷം തദ്ദേശീയരായ രാജാക്കന്മാർ ഭരിക്കാൻ തുടങ്ങി. നാട്ടുരാജ്യങ്ങളുണ്ടായി. പ്രബലരായി കൊച്ചി രാജവംശവും തിരുവിതാംകൂർ രാജവംശവും കോഴിക്കോട് സാമൂതിരി ഉണ്ടായി. ഇവരെന്താ ചെയ്തിരുന്നത്? അധികാരത്തിന് വേണ്ടിയിട്ടുള്ള അടിപിടി കൂടൽ തന്നെയായിരുന്നു. അധികാരത്തിന് വേണ്ടി അടിപിടി കൂടി അവസാനം എന്ത് ചെയ്തു? വിദേശീയരായ ആളുകൾ കേരളത്തിൽ വന്ന് ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ യൂറോപ്യന്മാരുടെ ആഗമനം. വാസ്കോഡ ഗാമ കപ്പലിറങ്ങി 1498. അതോടുകൂടി പിന്നെ ഒരു മിക്സഡ് കൾച്ചറാണ്. മതങ്ങൾ വന്നു. മതങ്ങൾ അതിനു മുന്നേ പ്രചരണങ്ങൾ നടത്തിയിരുന്നെങ്കിലും തീക്ഷ്ണമായ ഒരു മതപരിവർത്തന ചിന്താഗതിയൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല മനുഷ്യന്. പക്ഷെ പിന്നീട് വലിയ തോതിൽ മതങ്ങൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ്സ്, കാരണം അപ്പോൾ തന്നെ ജാതി സിസ്റ്റം വന്നു കഴിഞ്ഞു. മനുഷ്യർ കുറെ ജാതികളായി ഉപജാതികളായിട്ടൊക്കെ മനുഷ്യരെ തിരിച്ചു കഴിഞ്ഞു. ഒരു കർമ്മത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു വൈശ്യൻ ഒരു കർമ്മത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ബ്രാഹ്മണനാകാനുള്ള അവസരം നിഷേധിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഏതൊക്കെയോ കാലഘട്ടത്തിൽ ആരുടെയൊക്കെയോ നീചമായ പ്രവർത്തികളിലൂടെ കേരളത്തിൽ ഉടലെടുത്തു വന്നു. അത് ബ്രാഹ്മണന്റേതാവണമെന്നില്ല. കാരണം BC 2-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ബുദ്ധമതം ഉണ്ട്. ബുദ്ധമതം അഹിംസയിലൂന്നിയതായിരുന്നു. അഹിംസയിലൂന്നിയ ബുദ്ധമതം, ഹിന്ദുധർമ്മങ്ങളും അഹിംസയിലൂന്നിയതാണ്. അപ്പൊ തീർച്ചയായിട്ടും അഹിംസയിൽ അല്ലാതിരുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാവണം. ദ്രാവിഡ സംസ്കാരം, ഞാൻ പറഞ്ഞു, അവർണരായ കുറെ ആൾക്കാർ, കുറച്ചു പേർ മൈൻഡിൽ ഇതുപോലെ ദൈവികതയിലേക്ക് എത്താനുള്ള മാർഗമില്ലാതെ അർത്ഥകാമനകളിൽ മുങ്ങി ലൗകിക ജീവിതമാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കി സ്വന്തം കർമ്മം ചെയ്തിരുന്ന ആ കാസ്റ്റ്, അതൊരു ജാതിയായി മാറിയല്ലോ, ആ ജാതിയിലെ വീരന്മാരായ പുരുഷന്മാരെ ദൈവമായി ആരാധിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു. ഭൂതപ്രേത പിശാചുക്കളെയൊക്കെ ആരാധിക്കുന്ന ഒരു വിഭാഗം. യക്ഷി, യക്ഷൻ, കിന്നരന്മാർ, സർപ്പദൈവങ്ങൾ, ഇങ്ങനെ പ്രകൃതി ശക്തികളായിട്ടുള്ള എല്ലാവരെയും ഭയപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു വിഭാഗക്കാർ. മദ്യവും മാംസവും ഒക്കെ ഈശ്വരനെ നിവേദിച്ചിരുന്ന, അത്രമാത്രമേ ഉള്ളൂ അവരുടെ അറിവ് എന്ന് പറയുന്നത്. അതൊക്കെയാണ് സുഖം, അതാണ് ജീവിതം എന്ന് വിചാരിച്ച് നടന്നിരുന്ന കുറച്ചു പേർ. അങ്ങനത്തെ ഒരു നാടോടി ഒരു ഫോക്ക് കാലഘട്ടം. ഇവരുടെ ദൈവങ്ങളെ തന്നെയാണ് പിന്നീട് ബ്രാഹ്മണർ വന്നിട്ട് സാത്വികമായിട്ടുള്ള ആചാര സമ്പ്രദായത്തിലേക്ക് പണ്ടത്തെ കാവുകളിലൊക്കെ, ചില കാവുകളിലൊക്കെ ഉണ്ട് ബലി, മദ്യപൂജയൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റിയിട്ട് എല്ലാത്തിനെയും മാറ്റി. ബുദ്ധന്മാരുടെയും ബുദ്ധതാന്ത്രിക് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ക്ഷേത്ര സമ്പ്രദായം, അവരുടെ വിഹാരങ്ങളാണ് കേരളത്തിലെ പല ക്ഷേത്രങ്ങളും എന്നും പറയപ്പെടുന്നു. അവരും ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ദ്രാവിഡരുടെ ഇത്തരം ആചാര സമ്പ്രദായങ്ങളെയൊക്കെ അവർ മാറ്റിയിട്ട് ഹിംസ ഇല്ലാത്ത സമ്പ്രദായം അത് കൊണ്ടുവന്നു. അപ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിലെ ഒരു വിഭാഗം ഇതിനോടൊന്നും യോജിക്കാതെ മാറി നിൽക്കുന്നുണ്ടാവും. അവർണരായി ശുദ്ധം വൃത്തി, മാംസം ഭക്ഷണം കഴിക്കാതെ ജീവിക്കുക, കുളിക്കുക, ശുദ്ധിയായിട്ട് നടക്കുക, ശുദ്ധിയും വൃത്തിയോടുകൂടി ജീവിക്കുക. ചിലപ്പോൾ അവരുടെ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് അങ്ങനെ അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല. ഇപ്പൊ ചെരുപ്പ് ഉണ്ടാക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം മൃഗത്തിന്റെ തൊലിയായിട്ടൊക്കെ അതൊക്കെ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുക. അപ്പൊ അതൊക്കെ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യം. അപ്പം മറ്റുള്ള ഇപ്പൊ അതേ ആളുമായിട്ട് ഒരു ബ്രാഹ്മണൻ, ഒരു പൂജ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഇന്ററാക്ഷൻ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ജോലി സ്പ്രേമായിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിന് പൂർണ്ണമായ വൃത്തി വേണം. അപ്പം മേ ബി അങ്ങനെയായിരിക്കാം ഈ തീണ്ടൽ. പിന്നെ മാത്രമല്ല, ഈ അവർണർക്ക് പലതരത്തിലുള്ള രോഗബാധിത, അവരുടെ വൃത്തിഹീനമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ, ശുദ്ധിയില്ലായ്മ, വൃത്തിയില്ലായ്മ, അങ്ങനെ നിന്ന് പലതരം രോഗങ്ങൾ ഉണ്ടായി. അപ്പൊ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ടായി. അങ്ങനെ ആവാം. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ പാലിക്കുന്ന സോഷ്യൽ ഡിസ്റ്റൻസിങ് പോലെ അവർണരായ ഒരു സമൂഹം, അതായത് ഇതുപോലെ വൃത്തിശുദ്ധി ഒന്നുമില്ലാതെ ജീവിച്ചിരുന്ന ഒരു സമൂഹം, പലതരം പ്രാകൃതമായിട്ടുള്ള ആരാധന സമ്പ്രദായങ്ങൾ പിന്തുടരുന്ന സമൂഹം, ആ സമൂഹത്തിൽ നിന്നും അകലം പാലിച്ച് ജീവിച്ചിരുന്ന മറ്റൊരു സമൂഹം, സവർണർ എന്ന് നമ്മൾ പറയുന്ന ആൾക്കാർ. അങ്ങനെ ആ വേർതിരിവുകൾ സഹിക്കാൻ വയ്യാതിരുന്ന ഒരു കാലഘട്ടം, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. അങ്ങനെയാണ് ഈ ജാതി വേർതിരിവുകളും ഒക്കെ ഉണ്ടായത്. അങ്ങനെ മനുഷ്യന്റെ മനസ്സുകളിലാണ് ഈ ജാതികളൊക്കെ സൃഷ്ടിക്കപ്പെട്ടത്.
അങ്ങനെ സ്വാഭാവികമായിട്ടും മതങ്ങളുടെ ആവിർഭാവം ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞില്ലേ. ക്രിസ്തുമതം വന്നു ആദ്യം, പിന്നെ ജൂതമതം വന്നു, പിന്നെ ഇസ്ലാം മതപ്രചരണം ഉണ്ടായി. അങ്ങനെ സ്ലോലി മതങ്ങൾ വന്നു. മതങ്ങൾ വന്നിട്ട് ഈ പറയുന്ന പോലെ ഒരു കൃത്യമായി ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു ജീവിത സാഹചര്യം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ള റെസ്ട്രിക്ഷൻസ് വന്നപ്പോൾ തങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ളത് ഏത് മതത്തിലാണോ ഉള്ളത് അതിലേക്ക് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ കുറെ മതപരിവർത്തനങ്ങൾ ഇവിടെ സംഭവിച്ചു. അതുപോലെ തന്നെ വളരെയധികം മനഃപൂർവ്വമായിട്ടുള്ള മതപരിവർത്തനങ്ങളും ഉണ്ടായിരുന്നു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ. അതല്ലാതെ സ്വയം ഇച്ഛയോടുകൂടി തങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പോയാലാണ് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുക എന്നുള്ള ഒരു ചിന്തയിലൂടെ മതപരിവർത്തനം ചെയ്തവരുണ്ട്. അപ്പോൾ അങ്ങനെ ആണ് ഇവിടെ ഈ മിക്സഡ് കൾച്ചർ ഉണ്ടായത്. അപ്പോൾ എല്ലാം ഒരു തരം ട്രാൻസ്ഫോർമേഷൻസിലൂടെ തന്നെയാണ് ഉണ്ടായത്. ഒരു മനുഷ്യനിലെ ചിന്താഗതി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണല്ലോ, എനിക്ക് അങ്ങനെ അവരെ പോലെ ആകാൻ സാധിക്കില്ലല്ലോ, അല്ലെങ്കിൽ അവരെ പോലെ ആകാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള അറിവ് പകർന്നു കൊടുക്കാൻ ആളുണ്ടായിരുന്നിട്ടുണ്ടാവില്ല. അവിടേക്ക് എത്തിപ്പെടണം എങ്ങനെയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായും മനസ്സിന്റെ ഇംപ്യൂരിറ്റീസ് കൂടി വന്നു. അങ്ങനെ ആദ്യം നിന്നുള്ളൊരു രക്ഷ, അങ്ങനെയാണ് ചിലപ്പോൾ ഈ മതപരിവർത്തനങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ജാതിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മതങ്ങളിലേക്ക് ചേക്കേറി, മറ്റു മതങ്ങളിലേക്ക് ചേക്കേറി. അപ്പോൾ എല്ലാത്തിൽ നിന്നും ഒന്നായിരുന്ന ഒരു സമൂഹം പലതായി വിഭജിച്ച് ഇപ്പോൾ പല വസ്ത്രങ്ങൾ അണിഞ്ഞ് നടക്കുന്നു, മതത്തിന്റെ വസ്ത്രങ്ങൾ അണിഞ്ഞ് നടക്കുന്നു. അതാണ് ഈ കേരള സമൂഹത്തിൽ നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് കുറച്ചും കൂടി നിങ്ങൾ ചിന്തിക്കുക, കുറച്ചും കൂടി വായിക്കുക. ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ ഇനിയും പുസ്തകങ്ങളിലൂടെയൊക്കെ അറിവ് നേടുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയമായിട്ട് ഞാൻ വരും. നമസ്തേ.